വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം. ആ അപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ അഥർവവേദം എന്ന് കേൾക്കുമ്പോൾ അധർമ്മവേദം എന്നുള്ള ഒരു അർത്ഥം ധ്വനിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ആളുകൾ പലരും അതിനെ തെറ്റായിട്ട് കാണുന്നത്. അഥർവവേദം കൊള്ളുകലാത്ത എന്തോ ആണ്. അഥർവവേദമാണ്. ഒരു നീച ഏർപ്പാട് വരുന്ന പോലെ തോന്നും. അതെ അതെ. അപ്പോ അങ്ങനെ 4 വേദങ്ങളാണ്. ഈ 4 വേദങ്ങളാണ് ഭാരതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ബേസിക് സയൻസ്. വേദത്തിന്റെ ബേസിക് സയൻസ് അതാണ്. ഇതിനെ ശ്രുതികൾ എന്ന് പറയുന്നത്. അത് മാറ്റമില്ലാത്തതുമാണ്. എത്ര കാലം കഴിഞ്ഞാലും ഈ വേദത്തിന്റെ ഈ സാരാംശം മാറുകയില്ല. അത്രയും ബൃഹത്താണ്, ബ്രഹ്മാണ്ഡമാണ്. കാരണം അത് മതചിന്തയിൽ നിന്നല്ല, ശാസ്ത്രചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ശ്രുതികൾ എന്നാ പറയാ. ഈ ശ്രുതികൾക്ക് മാറ്റമില്ല എന്ന് പറയാൻ കാരണം ലിപികൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് ഗുരുമുഖത്ത് നിന്ന് അറിവ് പകർന്ന് ശ്രവണേന്ദ്രിയത്തിലൂടെ പകർന്നു വന്ന ശ്രുതികളാണിത്. ഇത് ഏതെല്ലാം പൂർവികരുടെ അറിവുകളാണ് എന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് രേഖപ്പെടുത്താൻ പറ്റാത്ത അത്രയും വലിയ സ്വത്താണ് ഈ വേദം. നമ്മളുടെ സ്വത്ത് വേദം തന്നെയാണ്. നമ്മളുടെ സർവ്വവേദനകളെയും മാറ്റുന്നതുമാണ്. അപ്പൊ ഇതാണ് ശ്രുതികള്. ഇത് വളരെ വലിയ ഗ്രന്ഥങ്ങളാണ്. ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങളാണ് 4 വേദങ്ങള്. ഇത് കൂടാതെ 5ാമതൊരു വേദം എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. വ്യാസൻ 5 വേദങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ 4ആക്കി പകുത്തു, 5ാമത്തത് എടുത്തിട്ടാണ് ഈ രാമായണവും മഹാഭാരതവും എല്ലാം ചെയ്തത്, മഹാഭാരതം ചെയ്തത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ പഞ്ചമ വേദം എന്നാണ് രാമായണവും മഹാഭാരതവും എല്ലാം അറിയപ്പെടുന്നത്. പഞ്ചമ വേദങ്ങളുടെ പരമ്പരയിൽ ലിസ്റ്റിൽ പെടും ഇത്. ഇത് സ്മൃതികളാണ്. സ്മൃതികൾ ഓർമ്മകളാണ്. ഓർമ്മകൾ എന്താണ്? ചരിത്രമാണ്. ഇതിഹാസം എന്നാൽ ഇത് ഇവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത 2 കാലഘട്ടത്തിന്റെ ചരിത്രമാണ് രാമായണവും മഹാഭാരതവും. അപ്പൊ അത് ഓർമ്മകളാണ്. ഒരിക്കലും വിസ്മൃതിയിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ട, നമ്മൾ ഓരോ ഭാരതീയരും ലോകത്തെ മുഴുവൻ ജനതയും അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് സ്മൃതികൾ. അതിനെയാണ് പ്രണവവേദത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പ്രണവവേദം എന്ന് പറഞ്ഞാൽ പ്രാണന്റെ പ്രയാണത്തിലുണ്ടാകുന്ന സർവ്വ അറിവുകളും പ്രണവവേദത്തിൽപ്പെടും. ഇന്നലത്തെ അറിവുകളും ഇന്നത്തെ അറിവുകളും നാളത്തെ അറിവുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാണന്റെ പ്രയാണത്തിലുണ്ടാകുന്ന മുഴുവൻ അറിവുകളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രണവവേദം സഞ്ചരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ അറിവുകളെ മാത്രമല്ല ഭാരതം സ്വീകരിക്കുന്നത്, ഇന്നത്തേതിനെയുമല്ല നാളത്തേതിനെയും ചേർത്ത് വെക്കുവാനുള്ള ആ വേദാന്തമാണ് ഭാരതം ലോകത്തിനോട് പറയുന്നത്. അതുകൊണ്ടാണ് പ്രണവവേദം എന്ന് പറയുന്നത് പ്രാണന്റെ പ്രയാണത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ അറിവുകളെയുമാണ്. ലോകം എന്ന് വരെയുണ്ടോ അന്ന് വരെയുള്ള മുഴുവൻ അറിവുകളെയും ചേർത്ത് വെക്കുന്ന, വേദമായി കാണുന്ന, ശാസ്ത്രമായി കാണുന്ന, ആ ശാസ്ത്രത്തിൽ മുന്നോട്ട് പോകുന്ന ലോകക്രമമാണ് ഭാരതം വിഭാവന ചെയ്യുന്നത്. നമ്മൾക്ക് മാത്രമല്ല, ദ്രവ്യങ്ങൾക്ക് മാത്രമല്ല, നമ്മളുടെ അറിവുകൾക്കും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും. അറിവുകൾക്കും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്നലത്തെ അറിവുകൾ ഇന്ന് തെറ്റാവാം, നാളെ കുറച്ചും കൂടെ നല്ല അറിവുകളെ നമുക്ക് കിട്ടാം. അപ്പൊ അറിവുകൾക്ക് പരിണാമം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലത്തേതിനെയും ഇന്നത്തേതിനെയും നാളത്തേതിനെയും ചേർത്ത് വെക്കുവാനുള്ള ആ ഏറ്റവും ശാസ്ത്രത്തിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ, ശാസ്ത്രത്തിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ ഗുണങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രണവവേദത്തിലൂടെയാണ് ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത്. ഭാരതീയര് മാത്രമല്ല, സർവ്വ ആളുകളും. അപ്പൊ അതാണ് 5ാമത്തെ വേദമായിരിക്കുന്ന പ്രണവവേദം. മാനവരാശിക്ക് അഭിമാനത്തോടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന, മാറ്റമില്ലാതെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഏതറിവും പ്രണവവേദത്തിൽ പെടുത്താം. അതുകൊണ്ട് തന്നെ അത് അമൂല്യമാണ് അല്ലേ? അമൂല്യമാണ്. അത് പ്രാണന്റെ പ്രയാണത്തിലൂടെ തന്നെ പരമ്പരയായിട്ട് പോകുന്നതാണ്. ഭാരതത്തിന്റെ എല്ലാ ചരിത്രങ്ങളും പ്രണവവേദത്തിൽ പെടും. അപ്പൊ പ്രണവവേദത്തില് ആദ്യം അങ്ങ് പരാമർശിച്ച നമ്മൾ ഇന്ന് അറിഞ്ഞിട്ടുള്ള 4 വേദങ്ങളും ഉൾപ്പെടും. അതെ.
ശ്രുതികളായി നിൽക്കുന്ന വേദങ്ങളും സ്മൃതികളായിരിക്കേണ്ടതും അതുപോലെ തന്നെ മഹത്തരമായിട്ടുള്ള കണ്ടെത്തലുകളും എല്ലാം ചേർന്നതാണ് പ്രണവവേദം. അത് മനസ്സിലായി. പക്ഷെ പ്രണവവേദത്തിന്റെ ഏറ്റവും കാതലായ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഏത് കാര്യത്തിനും ഒരു കാതൽ ഉണ്ടാവുമല്ലോ. അതെ, അത് അതിനകത്ത് ഏറ്റവും പ്രാധാന്യം ആ കാതൽ, പ്രണവവേദത്തിന്റെ കാതൽ വേദം തന്നെയാണ്. 4 വേദങ്ങൾ തന്നെയാണ് കാതൽ. അതിന് മാറ്റമില്ലാത്തതാണ്. ഋഗ്വേദത്തില് 10 മണ്ഡലങ്ങളുണ്ട്. ഏതാണ്ട് 1017 സൂക്തങ്ങളുണ്ട്. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള സംഭവമാണിത്. അതുപോലെ തന്നെ ഏതാണ്ട് 10,472 ഋക്കുകളുണ്ട് ഇതിനകത്ത്. അത്രയും വലുതാണ് പ്രഥമ വേദം എന്ന് പറയുന്ന ഋഗ്വേദം. അത്രയും വലുതാണ്. ബാലാഹില്യം 11ഓളം സൂക്തങ്ങൾ കൂടാതെയാണ് ഈ പറഞ്ഞ സംഖ്യ. യജുർവേദത്തില് 1999 മഹാമന്ത്രസാഗരങ്ങളുടെ ഒരു ഗ്രന്ഥമാണത് യജുർവേദം. അതുപോലെ തന്നെ സാമവേദം 9425ഓളം മന്ത്രങ്ങളാണ് അതിനകത്തുള്ളത്. അഥർവവേദത്തിലും ഇതുപോലെ തന്നെ ഒരു നമുക്ക് ചെറുതെന്ന് പറയാൻ പറ്റില്ലാത്ത അത്രയും വലിയ ഉപനിഷത്തുകളുടെ സമാഹാരമാണ്. 1600ഓളം ഉപനിഷത്തുകളുടെ സമാഹാരമാണ് ഈ അഥർവവേദം. ഇത് കൂടാതെയാണ് മോഹൻജി നമുക്ക് ഏറ്റവും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള, ഇന്നും നമുക്ക് അഭിമാനമായിട്ട് മാറിയിട്ടുള്ള 4 ഉപവേദങ്ങൾ. ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സാപസ്യവേദം, ഇങ്ങനെ 4 ഉപവേദങ്ങളുണ്ട്. ആയുർവേദം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രമാണ് പറയുന്നത്. ആരോഗ്യശാസ്ത്രം. അതെ. ധനുർവേദം എന്ന് പറയുന്നത് ആയുധങ്ങളെ കുറിച്ചുള്ളതാണ്. ഗന്ധർവവേദം എന്ന് പറഞ്ഞാൽ ശബ്ദശാസ്ത്രമാണ്, സംഗീതശാസ്ത്രമാണ്. സാവസ്യവേദം എന്ന് പറയുന്നത് ശില്പശാസ്ത്രവും തച്ചുശാസ്ത്രവും നിർമ്മാണ ശാസ്ത്രവുമാണ് അതിനകത്ത് പറയുന്നത്. ഇത്തരം 4 ഉപവേദങ്ങളും വേദങ്ങളും ഉപവേദങ്ങളും ചേർന്നതാണ്. അപ്പൊ 8 ദിക്കിനെയും ഒന്നാക്കും വേദോപവേദങ്ങൾ ചേർന്നതാണ് സ്വസ്തികം എന്ന് പറയുന്ന ചിഹ്നം തന്നെ. മറ്റൊന്ന് അത്രയും 4 വേദങ്ങളും 4 ഉപവേദങ്ങളും ലോകത്തെ ഒന്നാക്കുന്ന, 8 ദിക്കിനെയും ഒന്നാക്കുന്ന അറിവാണ്. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള അറിവാണ് ഈ വേദങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത്. വേദം എന്ന് പറയുമ്പോൾ അറിവെന്ന് മാത്രമാണ് അർത്ഥം. ആത്മീയത എന്ന് പറയുമ്പോഴും അറിവ് എന്നാണ് അർത്ഥം. എന്തിനു വേണ്ടിയിട്ടുള്ള അറിവ് എന്നാണെങ്കിൽ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 33 കോടി ചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇത് കൂടാതെയാണ് 18 പുരാണങ്ങൾ വരുന്നത്. അത് ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളാണ്. ബ്രഹ്മപുരാണം, പത്മപുരാണം, വിഷ്ണു പുരാണം, വായുപുരാണം, മഹാഭാഗവത പുരാണം, അതുപോലെ നാരദീയ പുരാണം, മാർക്കണ്ഡേയ പുരാണം, ആഗ്നേയ പുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം, ലിംഗപുരാണം, വരാഹപുരാണം, സ്കന്ദപുരാണം, വാമനപുരാണം, കൂർമ്മപുരാണം, മത്സ്യപുരാണം, ഗരുഡപുരാണം, അതുപോലെ തന്നെ ബ്രഹ്മാണ്ഡ പുരാണം. നിങ്ങൾ പറയുന്ന 18 പുരാണങ്ങളും അത് കഴിഞ്ഞിട്ട് 18 ഉപപുരാണങ്ങളും അത് കഴിഞ്ഞിട്ട് 108 ഉപനിഷത്തുകളും മറ്റനവധി ഗ്രന്ഥങ്ങളും ശാസ്ത്ര ചിന്തയെ ജനിപ്പിക്കുന്ന നിരവധി ശാസ്ത്രകാരന്മാരുടെ വിശകലനങ്ങളുമെല്ലാം മഹാസാഗരങ്ങളാണ് ഗ്രന്ഥത്തിന്റെ. അത്രയും വലിയ ഗ്രന്ഥലോകം തന്നെയാണ് ഭാരതം എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. ഇതിന് ഏതാണ് ചെറുതെന്ന് ചോദിച്ചാൽ അറിയില്ല. അത്രയും വലിപ്പമുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ബ്രഹ്മപുരാണം എന്ന് പറയുന്ന അതിനകത്ത് തന്നെ നമ്മള് ഇതിന്റെയൊക്കെ സംഖ്യ വലുതാണ്. 25,000 ഗ്രന്ഥങ്ങളാണ്. അതുപോലെ ബ്രഹ്മാണ്ഡ പുരാണം 12,000. അതുപോലെ ബ്രഹ്മവൈവർത്തകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സൂക്തങ്ങളാണ്. 4 ഖണ്ഡങ്ങളായിട്ട് ഏതാണ്ട് 16,000 ഗ്രന്ഥമാണ് അതിനകത്തുള്ളത്. മാർക്കണ്ഡേയ പുരാണം അതുപോലെ തന്നെയാണ് 9,000 ഗ്രന്ഥസംഖ്യ. ഈ ഗ്രന്ഥങ്ങൾ, ഈ അറിവ് ഉള്ള ആ വേദങ്ങളൊക്കെ ഏത് കാലത്താണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഇത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ പുരാണങ്ങള് രചിച്ചത് പിന്നീട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ്. വേദങ്ങളുടെ രചനയുടെ ശരിക്കും പറഞ്ഞാൽ അക്ഷരങ്ങൾ ജനിക്കുന്നതിന് മുമ്പാണ് വേദങ്ങൾ ജനിച്ചത്. ഇതിന്റെ ഒന്നും നമുക്ക് വെറുതെ ഇരുന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ലാത്ത അത്രയും കാലപ്പഴക്കം ഭാരതത്തിന്റെ ജീവിത രീതിക്കുണ്ട്.
നമ്മുടെ ത്രേതായുഗത്തിന് മുമ്പ് എന്ന് വിചാരിക്കേണ്ടി വരും, അല്ലെ അന്ന് മുതലുള്ളത്. കലിയുഗം വരെയുള്ള കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പിറന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഞാൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും അഭിപ്രായങ്ങൾ മാത്രമായി മാറുന്ന അത്രയും ഗ്രന്ഥവലിപ്പമുള്ള ഒരു ലോകമാണ്. നെടുന്തൂണായിട്ട് അല്ലെങ്കിൽ ഒരു അസ്തിത്വം എന്ന് പറയുന്നതിന്റെ തുടക്കം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആധാരശില എന്ന് പറയുന്നത് ശ്രീരാമനും ശ്രീരാമ സിദ്ധാന്തവുമാണ് അല്ലെ? ശ്രീരാമന്റെ സിദ്ധാന്തം അതാണ് ബേസിക് സയൻസ്. ശ്രീരാമ സിദ്ധാന്തമാണ് ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ആ ത്രേത സിദ്ധാന്തമാണ്. ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തമാണ് ലോകത്തിലെ ബേസിക് ആയിട്ടുള്ള സയൻസ്. അദ്ദേഹമാണ് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനെ താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യ രൂപഹരേ നാരായണായ നമഃ. ഈ മൂന്നായി പിരിഞ്ഞതിനെ ഒന്നായി ചേർത്ത് വെച്ചത് അദ്ദേഹമാണ്. ആദ്യ വേദാന്ത വേദ്യവാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നതെന്ന്. സർവവേദങ്ങൾക്കും അധികാരിയാണ് ശ്രീരാമചന്ദ്രൻ. ഈ വേദങ്ങളെ നമ്മളുടെ ഗുരുമുഖങ്ങളിൽ നിന്നും പകർന്നു കിട്ടിയ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള അറിവുകളെ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് ആണ് ശ്രീരാമചന്ദ്രൻ മടങ്ങിയത്. ആ മഹാവിഷ്ണുവിന്റെ അവതാരത്തെ, ശ്രീരാമന്റെ ആ അവതാരത്തെ ഒന്ന് വിശദീകരിക്കാമോ? ആദ്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ആ വേദത്തെ ഈ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ഗുരുമുഖങ്ങളിൽ നിന്നും മാത്രം നമ്മൾ ഗ്രഹിച്ചിരുന്ന ഈ വേദത്തിന്റെ സാരാംശത്തെ മുഴുവൻ പ്രതിഷ്ഠിക്കുവാൻ, സൂക്ഷിക്കുവാൻ അന്ന് കഴിയുമായിരുന്നില്ല. അതായത് അർത്ഥങ്ങൾ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള അർത്ഥങ്ങൾ പോലും നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് എങ്ങും അനർത്ഥങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയോധനത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന, അറിവിന് പ്രാധാന്യമില്ലാത്ത, യുദ്ധകലുഷിതമായിരുന്ന ക്ഷത്രിയ വീര്യവും അതുപോലെ തന്നെ ശൈവ വൈഷ്ണവ യുദ്ധവെറിയും മാത്രമുണ്ടായിരുന്ന ഒരു ലോകത്ത് മിഥില പോലും വൈദേഹം, ഉടലില്ലാത്തവരുടെ യുദ്ധം സംഭവിച്ച് അംഗപരിമിതർ പെരുകിയ വൈദേഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലത്താണ് 21 പ്രാവശ്യം ഈ ഭൂലോകത്തിലെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രിയ നിഗ്രഹം നടത്തി ആനന്ദിച്ച പരശുരാമനുള്ള ഒരു കാലത്താണ് ശ്രീരാമന്റെ ആ സിദ്ധാന്തം. ആ സിദ്ധാന്തമാണ് ശ്രീരാമനെ അവതാരമാക്കുന്നത്. ആ ശ്രീരാമ സിദ്ധാന്തമാണ് അദ്ദേഹം അക്ഷരങ്ങളെ കണ്ടെത്തി സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്ക് ലിപി കണ്ടെത്തി അതിലേക്ക് നമ്മളുടെ ഈ വേദത്തെ പ്രതിഷ്ഠിച്ചത്. അതായത് അജ്ഞതയെ നിഗ്രഹിക്കുന്ന അവതാരമാകുന്നത് അവിടെയാണ്. ശ്രീരാമചന്ദ്രൻ നമ്മളെല്ലാരും പറയില്ലേ, അജ്ഞതയെ നിഗ്രഹിച്ചു, രാവിനെ ഇരുളിനെ മാച്ചവൻ, സർവ അറിവിനെയും പ്രദാനം ചെയ്തവൻ, രാക്ഷസീയതയെ വധിച്ചവൻ. രാക്ഷസീയത എന്ന് പറഞ്ഞ അജ്ഞതയാണ്, അന്ധവിശ്വാസമാണ്. ആ രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി അതിൽ വേദത്തെ പകർത്തി വെച്ച് ഒരിക്കലും നശിക്കാത്ത അക്ഷരങ്ങളിലൂടെ അറിവിനെ പ്രതിഷ്ഠിതമാക്കിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ മടങ്ങുന്നത്. അപ്പോ അദ്ദേഹം സർവ്വതും നഷ്ടപ്പെട്ട് അക്ഷരങ്ങളെ കണ്ടെത്തിയതിനു ശേഷമാണ് സരയുവിന്റെ നദിയിൽ ആത്മഹത്യ ചെയ്യുന്നത്, മുങ്ങി മരിക്കുന്നത്. പഞ്ചഭൂത സിദ്ധാന്തങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പിറവികൊള്ളുന്നത്. ആ പഞ്ചഭൂത സിദ്ധാന്തങ്ങളിലൂടെ അക്ഷരങ്ങളെ ജനിപ്പിച്ചത് ആയോധനം നിലച്ച അയോധ്യയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ അക്ഷരങ്ങളെ കണ്ടെത്തി നമ്മളുടെ അറിവിനെ മുഴുവൻ, വേദത്തെ മുഴുവൻ അർത്ഥം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അക്ഷരങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ, അനശ്വരമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ മടങ്ങുന്നത്. നമ്മൾ ഇന്ന് അറിയപ്പെട്ടിരിക്കുന്ന സർവ്വവേദങ്ങളുടെയും വേദങ്ങളെയും അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിതമാക്കി ആദ്യമായിട്ടൊരു ഭാഷയ്ക്ക് ലിപി ഉണ്ടാകുന്നത് അയോധ്യയിലാണ്. ആയോധനം നിലച്ച അയോധ്യയിലാണ്. അക്ഷരങ്ങളെ കണ്ടെത്തുവാൻ അഗ്നിയെ കെടാതെ സൂക്ഷിച്ച അക്ഷര നഗരിയാണ് അയോധ്യ. അപ്പോ അതുവരെയും രാമൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതിരുന്ന ജനങ്ങൾക്ക് രാമൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അറിയുന്നത് ഞാൻ മരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് അദ്ദേഹത്തോട് ജനങ്ങൾ പറയുന്നത്, നിസാര കാര്യത്തിന് പോലും രാമനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ജനത അപ്പോൾ മാത്രമാണ് അറിയുന്നത് രാമൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. രാമൻ അധികാരം കിട്ടിയ അപ്പോൾ തന്നെ ചെയ്തത് താപസന്മാരെയും ഋഷീശ്വരന്മാരെയും മഹർഷിമാരെയും പണ്ഡിതന്മാരെയും സകല രാജപ്രമുഖന്മാരെയും വിളിച്ചു ചേർത്തിട്ട് അക്ഷരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വലിയ മഹത്തായിട്ടുള്ള ആ യജ്ഞമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ശരിക്കും അതിന്റെ വിജയത്തിനൊടുവിലാണ് അദ്ദേഹം വിളംബരം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനിയോഗം പൂർത്തീകരിച്ചു,
അദ്ദേഹം മടങ്ങുന്നത് അപ്പോഴാണ്. ഉവ്വ. ആ സമയത്താണ് മരിക്കരുതെന്ന് പ്രജാലോകം കരഞ്ഞു പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്നെയല്ല പൂജിക്കേണ്ടത്, എനിക്ക് ഈ വൈഭവത്തെ ഏകിയ നമുക്കെല്ലാം ജീവനാംശമേകുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിയെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. എനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പൂജകളും മുഴുവൻ ആരാധനയും ഈ വൃക്ഷലോകത്തിന്, ഈ മഹാവൈഷ്ണവ ശക്തിക്ക് കൊടുക്കൂ. ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഒരു അവതാരം മാത്രമാണ് ഞാനും സീതയുമെല്ലാം ആ മഹാവൈഷ്ണവ ശക്തിയുടെ മഹാവൈഭവത്തിൽ നിന്നാണ് ലക്ഷ്മി. ആ എന്നെ ലക്ഷീകരിപ്പിച്ച ആദ്യത്തെ ലക്ഷ്മിയാണ് സീത. ആ ലക്ഷ്മിയെ, സീതയോട് സ്നേഹമുള്ളവര് ആ സത്യലോകത്തെ പരിപാലിക്കും. ഈ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരം മാത്രമാണ് ഞാൻ. എന്റെ ജ്ഞാനവും എന്റെ ആരോഗ്യവും എന്റെ ആയുസ്സും സർവ സമ്പത്തും എല്ലാം ഈ സത്യലോകം നൽകിയതാണ്. ആ മഹാവൈഷ്ണവ ശക്തിയുടെ വെറും ഒരു അവതാരം മാത്രമായിരിക്കുന്ന എന്നെയല്ല നിങ്ങൾ പൂജിക്കേണ്ടത്, എനിക്കെല്ലാം മൂലമന്ത്രങ്ങൾ വേണ്ടത് ആ മഹാവൈഷ്ണവ ശക്തിക്കാണ്. ആ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരങ്ങൾ മാത്രമാണ് നമ്മൾ എന്ന് പറഞ്ഞ സരയുവിന്റെ ഗുപ്താർഘട്ടിലെ കാര്യങ്ങളിലേക്ക് മുങ്ങിമറിഞ്ഞ സർവജ്ഞാനിയായിട്ടുള്ള ശാസ്ത്രകാരനാണ്. ശരിക്കും സർവജ്ഞാനിയായിട്ടുള്ള ഒരു മഹാവൈഭവമാണ് ശ്രീരാമചന്ദ്രൻ. അപ്പൊ അങ്ങനെ മുങ്ങിമറിയുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അദ്ദേഹത്തെ ദൈവമായിട്ട് പട്ടാഭിഷേകം ചെയ്യുന്നത്. ശരിക്കും അവിടെയാണ് രാമൻ അജ്ഞതയെ നിഗ്രഹിക്കുന്ന, രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയ അവതാരമാകുന്നത്. അല്ലാതെ രാവണനെ വധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല അറിവിന്റെ അവതാരമാകുന്നത്, അക്ഷരങ്ങളെ കണ്ടെത്തിയത് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ ഒരുപാട് ശകാരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആക്രോശിക്കുന്നവരുണ്ടാവാം. ഞാനിത് അങ്ങ് ചോദിച്ചപ്പോ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഇത് പറയുന്നു എന്ന് കരുതുക. ആർക്കും എന്നോട് ഒരു പരിഭവവും തോന്നാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും സ്നേഹമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളല്ല കേൾക്കുമ്പോ ഇപ്പൊ ഇത്രയും നാൾ കേട്ട കഥകളല്ലല്ലോ ഇത് എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കുന്നവരുണ്ടാവാം. എന്നോട് സദയം ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ സന്തോഷം. സന്തോഷിച്ച് പ്രണവവേദ എന്ന് പറയുന്ന, പ്രണവവേദം എന്ന് പറയുന്നത് ഇന്ന് വരെ രചിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങളും മഹത് ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും ഇനി വരാനിരിക്കുന്ന എല്ലാ അറിവുകളുടെയും ഒരു കേന്ദ്രമാണ്. ആ അറിവുകളുടെ എല്ലാം സംഗ്രഹമാണ് പ്രണവവേദം എന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങിത് പറഞ്ഞപ്പോൾ. ഒരുപാട് സന്തോഷം. ഞാൻ സംസാരിക്കുമ്പോൾ പലരും തെറ്റായിട്ട് ധരിക്കുന്നുണ്ട്. പലരും എന്താണ് പറയുന്നത്, ഇതെന്താണ് ഇത് എന്ന്. ആർക്കും എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അറിവാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അറിവിൽ നിന്നാണ് സ്നേഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് സാഹോദര്യം ഉണ്ടാകുന്നത്. നമ്മൾ മതചിന്തകൾക്കപ്പുറം കെട്ടിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ്. ഒരേ മനസ്സോടെ ജാതി ചിന്തയ്ക്ക് അതീതമായിട്ട് സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവരായിട്ടുള്ള സർവജ്ഞാനത്തെയും സ്വീകരിക്കുന്നവരായിട്ട് നമ്മളുടെ തലമുറ മാറണം. എല്ലാവർക്കും ഇത് ഒരു രാമനവമിയും കൂടിയാണ്. ആ ശ്രീരാമ നവമിയില് രാമന്റെ പിറന്നാളിന് തന്നെ അങ്ങ് ഇത് ചോദിച്ചത് മനഃപൂർവ്വമാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഇന്ന് അത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. എല്ലാവരും അറിവിന് മുമ്പില് ശിരസ് കുനിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ, നല്ല നാസ്തികവാദികളുടെ പാദങ്ങളിൽ, സർവ്വഗുരുലോകത്തിന്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നടത്താം. എന്നോട് ക്ഷമിക്കുക. ജയ് ശ്രീരാം. സന്തോഷ് ജി. നമസ്തേ. ജയ് ശ്രീരാം.